പറയും എന്തെങ്കിലും വിഷമം ഉണ്ടാക്കി എന്ത് വെച്ചിട്ട് വേണം ആ ഒരു സാധനം ഇപ്പോഴും ഞങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു അത് എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫ് എന്നോട് ചോദിക്കും ആണോ എന്താ രമണ രമണ എന്ത് വെച്ചിട്ട് വേണം ഡള്ളായിട്ടിരിക്കും എന്താ രമണ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ നഹി നഹി എന്ന് പറയും. ഒരു ഇന്റർവ്യൂവിൽ മെക്കാർട്ടിൻ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റിന്റെ ഒരു 3/4% മാത്രമേ സിനിമ ആയിട്ടുള്ളൂ എന്ന്. അതിൻ്റെ മാറ്റിവെച്ച സംഭവം ഉണ്ടെങ്കിൽ ഹ്യൂമർ, അതിൽ നമ്മൾ മാറ്റിവെച്ച ഹ്യൂമർ ഉണ്ടെങ്കിൽ 2 വട്ടം ഉണ്ടാക്കും. ഞാൻ ഇതുവരെയും കുറേ 100 ഫിലിം ചെയ്തിട്ടുണ്ട് തമിഴിൽ. അതിൽ இங்கே என்னென்னா ஸ்டோரி இம்பார்ட்டண்ட் உள்ள ஒரு ஃபீல்டு ஏற்றமல்லி இந்தியாவில் அது வந்து எஸ்பெஷலி இந்த மலையாளம் இண்டஸ்ட்ரி. ஸோ அது எப்பவுமே நான் ரெஸ்பெக்ட் ചെയ്യുന്നത്. കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ലൻ. പടം ராஜமாணிக்கம் அன்வர் ரஷீத் ஃபேண்டாஸ்டிக். அந்த படத்தில் அவரோட ஃபஸ்ட்டு படம். இதோட அவுட்புட் எப்படி இருக்குன்னு எனக்கு அது தெரியாது, நான் ஆக்ட் பண்ணும்போது தெரியாது. പക്ഷേ ഷൂട്ടിങ്ങിൽ അത്ര ഇൻട്രസ്റ്റാக இருக்கும். இந்த வேஷம் செய்யும்போது அவ்வளோ இன்ட்ரெஸ்டாக இருக்கும் நமக்கு. രാജമാണിക്യം ചെയ്യുന്ന സമയത്ത് அந்த ട്രിവാൻഡ്രം സ്ലാങ് இல்லையா, அது வந்து only மம்முக்கா was confident in that slang. அதில் பர்டிகுலராக அந்த படத்தில் பெரிய ப்ளஸ் வந்து அந்த ட்ரிவாண்ட்ரம் அந்த ஸ்லாங் தான். அது ஸ்பாட்டில் ஃபீல் பண்ணேன். அவர் பேசும்போது நமக்கு ஸ்பாட்டில் தெரியும் அந்த சேஞ்ச் ஓவர் இருக்குல்ல. ദിലീപേട്ടൻ ചിരി സഹിച്ച് പിടിക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിട്ട് വരാറുണ്ട്. ദിലീപ് ചില സമയത്ത് ചിരിച്ചു പോകും. അപ്പോൾ അവൻ പറയും, അവനിങ്ങനെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്, 1 more. അങ്ങനെ വന്ന പറ്റിയതാണ് അത്. അവന് ചിരി അടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ദിലീപിന്. ചിരി അടക്കി പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ തമാശ കിട്ടിയാലും ഭയങ്കരമായിട്ട് ചിരിക്കും. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റ് മാർച്ച് 1 റിലീസ് ആവാൻ പോകുന്ന കടകൻ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഹരിശ്രീ അശോകൻ ചേട്ടൻ ആൻഡ് രഞ്ജിത്ത് സർ. വെൽക്കം ടു ദ ഷോ. വണക്കം. രണ്ടുപേരും പേര് പറഞ്ഞോ? ഒരാളുടെ കേട്ടില്ലല്ലോ. ഹരിശ്രീ അശോകൻ ചേട്ടൻ, രഞ്ജിത്ത്. രഞ്ജിത്ത് എന്ന് കേട്ടില്ല, അതാണ്. ആണോ? അതാണ് സൈലന്റ് ആയി പോയെന്ന് സംശയം. ഇല്ല, പറഞ്ഞു. ഓക്കെ. അപ്പം കടകനാണ് ഏറ്റവും പുതിയ വിശേഷം. എനിക്ക് തോന്നുന്നു ഒരുപാട് നാൾക്ക് ശേഷമാണ് മലയാളത്തിൽ കാണുന്നത്. സോ വെൽക്കം ബാക്ക്. താങ്ക് യു. എന്തൊക്കെയുണ്ട് കടകന്റെ വിശേഷങ്ങൾ? ആരോടാണ്? ആര് വേണമെങ്കിലും കടകന്റെ വിശേഷങ്ങളാണ് എല്ലാം. ഞങ്ങൾക്കിപ്പോ കടകന്റെ വിശേഷങ്ങളാണ്. കടകൻ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷമാണ്. അതിൽ ഹക്കീമിൻ്റെ വാപ്പയായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത്. പക്ഷെ ആള് എന്താ വെച്ചാൽ, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു ആ വഴിയിലൂടെ അവൻ സഞ്ചരിക്കണ്ടെന്ന് കരുതിയിട്ട് അവൻ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു വാപ്പ. മകൻ അച്ഛൻ പോയ ആ മോശം വഴിയിലൂടെ സഞ്ചരിക്കേണ്ട, അവനും അങ്ങനെ പോയാൽ ശരിയാവില്ല, അവനൊരു ഭാവി വേറെയാണെന്നൊക്കെ ആഗ്രഹിക്കുന്ന, അങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വാപ്പ. പക്ഷെ അവൻ അങ്ങനെയല്ല, അച്ഛൻ പോയ വഴിയിലൂടെ പണ്ട് എങ്ങനെയാണ് പോയി അതുപോലെ ഇവൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മകനും അച്ഛൻ തമ്മിലൊരു കോൺഫ്ലിക്റ്റാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പോലീസ് ഓഫീസറാണത്. വില്ലൻ ഏകദേശം അങ്ങനെയാണ്. ഇദ്ദേഹവും ഞാനും കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്യാത്ത, ഞാൻ അഭിനയ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെ ചെയ്യാത്ത ചില മാസ് സീനുകൾ ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഈ പടത്തിൽ എൻ്റെ ഒരു ആകാംക്ഷ എന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ളത് അങ്ങനെ എനിക്ക് ചെയ്യുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ രഞ്ജിത്ത് പറയും എന്നോട്, നന്നായി കേസാണ്, കാരണം നമ്മൾ ചെയ്യാത്തൊരു വേഷമല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ വന്നു ചോദിക്കും, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായി കേസാറ് പറയും. അങ്ങനെ അവിടെ തുടങ്ങിയുള്ള സപ്പോർട്ട് ഫൈനൽ റിസൾട്ട് വരെ നന്നായി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോ രഞ്ജിത്തേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? പോലീസാന്ന് പറഞ്ഞു, വില്ലനാണ് അല്ലേ? ഇതിൽ முதல்ல எல்லாருக்கும் வணக்கம். ஏன்னா ஆஃப்டர் லாங் மலையாளத்தில் நான் வந்து ரொம்ப ரொம்ப வருஷம் கழித்து நான் பண்ணக்கூடிய இந்த படம். எனக்கு எப்பவும் என்னை பற்றி மக்களுக்கு தெரியும், நான் கொஞ்சம் நடிச்சிருக்கு, மக்கள் மனசில் இருக்குது. அதுக்கு அந்த இடம் கொடுத்ததுக்கு முதல்ல எல்லாத்துக்கும் என்னுடைய நன்றி.
அது ரெண்டாவது விஷயம் என்னென்னா எனக்கு இந்த மலையாளம் இண்டஸ்ட்ரி ஐ லைக் என்னென்னா ஏது படம் ഞാൻ ഇത് വரைക്കും കുറേ 100 ഫിലിം ചെയ്തിട്ടുണ്ട് തമിഴിൽ അതിൽ ഇங்கே என்னென்னா സ്റ്റോറി ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫീൽഡ് ഏറ്റവും വലിയ ഇന്ത്യയിൽ അത് வந்து എസ്പെഷ്യലി இந்த மலையாளம் இண்டஸ்ட்ரி ஸோ அது எப்பவுமே ഞാൻ ரெஸ்பெக்ட் ചെയ്യും அதில் ഞാൻ ചെയ്ത വേഷങ്ങളും സൂപ്പർ അതുപോലെ தான் ഈ പടത്തിൽ ഡയറക്ടർ ഷജിൽ வந்து എന്നെ കഥ പറയുമ്പോൾ ഞാൻ ഒത്ത വാക്ക് പറഞ്ഞത് അവരത് ഫസ്റ്റ് പടം புது ப்ரொடியூசர் கலீல் நல்ல மனுஷன் இந்த படம் இவர் எப்படி எடுப்பார் எப்படி மேக் பண்ணுவார் இது எதுவுமே எங்களுக்கு தெரியாது இப்போ சாரும் எத்தனை படம் ஒர்க் பண்ணியிருக்கீங்க எதுவும் தெரியாது ஒரு நியூ டீம் அது ஹக்கீம் அப்கமிங் ஹீரோ அப்போது ഈ கதை கேட்கும்போது நான் ஒரு மணி நேரம் கதை கேட்டு முடித்து சொல்லியாச்சு இது நீ எப்படி எடுத்தாலும் இந்த படம் ஓடும் സ്ക്രിപ്റ്റ് എപ്പോഴും എടുത്താലും இந்த പടം ഓടും പക്ഷെ ആക്ച്വലി ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് മലയാളത്തിൽ വരുന്നത് പക്ഷെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്നുണ്ട് ഇപ്പം ഹരിശ്രീ അശോകനായിട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ ഏത് ക്യാരക്ടർ ഒന്നിനൊന്നും മെച്ചെന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എല്ലാ ക്യാരക്ടർ ഒന്നിനൊന്നും ഡിഫറെൻ്റ് ആണ് പക്ഷെ സ്റ്റിൽ നമ്മൾ ഓർത്തിരിക്കും പല സിനിമകളും നമ്മൾക്ക് എന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളാണ് ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം അപ്പോൾ അങ്ങനെയാണ് കടകൻ്റെ വിശേഷങ്ങൾ ഞാനൊരു പിക്ക് കാണിച്ചു തരാം ഹരിശ്രീ അശോകൻ ചേട്ടന് ഓർമ്മയുണ്ടോയെന്ന് പറയണം ഈ പിക്ചർ താഴെയുള്ള പിക്ചറാണോ എഴുതിയിട്ടുണ്ട് എനിക്കറിയാവുന്നില്ല ഇത് പഞ്ചാബി ഹൗസ് சூப்பர் ஹிட் படம் சூப்பர் ஹிட் படம் நான் பார்த்திருக்கேன் ராஃபி மெக்கார்ட்டி நான் பார்த்திருக்கேன் சார் ராஃபി മെക്കാർട്ടി ഡയറക്ട് ചെയ്ത സ്ക്രിപ്റ്റ് ഉണ്ട് ആക്ച്വലി ഈ ഒരു അലക്കല്ല് അത് ലൊക്കേഷൻ ഇട്ട കല്ലായിരുന്നു പക്ഷെ സ്റ്റിൽ അതിപ്പോഴും ആലപ്പുഴയിലെ ആ തരകൻസ് അവരുടെ തറവാട്ടിൽ ചേർത്തല ഇപ്പോഴും അതുണ്ട് കല്ലല്ലേ അലക്കുന്ന അതുണ്ട് അറിയായിരുന്നു ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അവിടെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാർക്ക് നമ്മളിപ്പോ ഇപ്പോഴും പറയും എന്തെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ട് എന്ത് വെച്ചിട്ടാ മേഡം ആ ഒരു സാധനം ഇപ്പോഴും ഞങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു അത് എന്റെ വീട്ടിൽ എന്റെ വൈഫ് എന്നോട് ചോദിക്കും ആണോ എന്താ രമണ രമണ എന്ത് വെച്ചിട്ട് രമണ എന്താ രമണ എന്ന് ചോദിക്കും ഒന്നുമില്ല അപ്പൊ നമ്മള് നഹി നഹി എന്ന് പറയും പിന്നെ മറ്റേ ഡയലോഗ് ചോറെടുക്കാൻ ചോറ് നെഹി അതൊക്കെ സ്റ്റിൽ ഞങ്ങൾ ഇപ്പോഴും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പം പഞ്ചാബി ഹൗസിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ മെക്കാർട്ടിൻ സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്ക്രിപ്റ്റിന്റെ ഒരു 3/4% മാത്രമേ സിനിമ ആയിട്ടുള്ളൂ എന്ന് അത് ശരിക്കും അങ്ങനെയായിരുന്നോ സ്ക്രിപ്റ്റിന്റെ പകുതി മാത്രമേ സിനിമയായിട്ട് വന്നിട്ടുള്ളൂ കാരണം ഒരുപാട് വലിയ സ്ക്രിപ്റ്റ് ആയിരുന്നു അത് അയ്യോ അതിന്റെ മാറ്റിവെച്ച സംഭവം ഉണ്ടെങ്കിൽ ഹ്യൂമർ അതിൽ നമ്മൾ മാറ്റിവെച്ച ഹ്യൂമർ ഉണ്ടെങ്കിൽ 2 വട്ടം ഉണ്ടാക്കാം വീണ്ടും ഒരു പഞ്ചാബി ഹൗസ് അയ്യോ എന്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇമോഷണൽ ക്യാരക്ടർ ഒരു ഡയലോഗ് കിട്ടാൻ കൊതിച്ചതാണ് അപ്പോൾ അതിൻ്റെ അത് ഞാനൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു ഒരു സീൻ ഇപ്പം ദിലീപ് ഞാനും കൂടി ഇങ്ങനെ അത് കുറേ പറഞ്ഞതാണ് ഞാനത് അവനോട് വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിഷമിച്ചെടുത്ത് കഞ്ഞി കുടിക്കാതെ ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് കഞ്ഞി ഇങ്ങനെ കോരിയിട്ട് കുടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദിലീപ് എൻ്റെ പുറയിൽ വന്നിരുന്നൊരു തോളെ കൈ വെച്ചിട്ട് ചോറിയും രമണ നിനക്ക് എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് എടാ സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ് ഈ രമണൻ അപ്പോൾ ഈ വിചാരിക്കും ഞാൻ ഇതിനെ കൊടുക്കുന്നത് കഷ്ടപ്പെടുന്നത് മരിക്കാൻ നേരത്തെ എനിക്ക് കുറേ കഞ്ഞിവെള്ളം തന്ന ആളാണ് എൻ്റെ മുതലാളി അതായത് അനീഫിക്ക ആ മുതലാളിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ട് കഷ്ടപ്പെടുന്നത് പിന്നെ എന്ത് കഷ്ടപ്പാടുണ്ടായാലും ശരിയാണ് കഷ്ടപ്പെട്ടിട്ടിടുന്ന ഈ കഞ്ഞിയില്ലേ ഈ കഞ്ഞി കുടിക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയും ആ സീൻ അങ്ങനെ എടുത്ത് തൂക്കിക്കളഞ്ഞു കാരണം വെച്ചാൽ ഞാൻ ചോദിച്ചു റാഫി എടുത്ത് എന്താ റാഫി അത് മാറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞത് അത്രയും ഹ്യൂമർ ചെയ്തുകൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ അയാളൊന്ന് കരഞ്ഞാൽ ചിലപ്പോൾ പടത്തിനെ ബാധിക്കും ഒന്നിരിക്കും അതുകൊണ്ടാണെന്ന് പറഞ്ഞു പടം ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരാഴ്ച പറഞ്ഞു ഇനിയെങ്കിലും അത് ഇട്ടൂടെ അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട ഇനി ഇട്ടാലും അശോകനെ കണ്ണു വെക്കും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ കോമഡികളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിലുണ്ടായിരുന്നു ഞങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞ കോമഡിയൊക്കെ വേറെ പടത്തിലൊക്കെ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ല അതിലുണ്ടായിരുന്ന കോമഡികൾ വേണ്ടാന്ന് മാറ്റിവെച്ച സ്ക്രിപ്റ്റില് ഞാൻ തന്നെ ഇവരെ വിളിച്ചു ഞാൻ ഇത് ഈ പടത്തിൽ ഇട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ലൊക്കേഷനിൽ ഭയങ്കര കോമഡി ആയിരുന്നു ஆக்சுவலி இந்த பஞ்சாபி நான் ஜென்ரலாக சொல்கிறேன் நீங்கள் அந்த படம் நான் பார்க்கும்போது நினச்சிட்டே இருப்பேன் நான் இது செகண்ட் பார்ட் வரும்
சார் அது ஆறில்லை சார், அனுப்பிக்கு சார் இல்லை. அதுதான் அது பியூட்டிஃபுல் இல்லை, என்ன ஸ்கிரிப்ட் இது. அதுக்கு லாங்குவேஜ் இல்லை. இப்போ நான் வந்து சென்னையிலேருந்து தமிழ், நான் அங்கேருந்து அந்த படம் பார்த்தது. அவ்வளோ ഹാപ്പിயாக സിനിമ, ഗുഡ് സിനിമ അല്ലേ? അല്ലേ? ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആംഗിളിൽ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇപ്പോൾ പഞ്ചാബി ഹൗസ് ആണെങ്കിലും CID മൂസ, തെങ്കാശി, നമ്മുടെ മനസ്സിൽ കയറിയ കുറച്ച് സിനിമകളുണ്ട്. അതൊക്കെ ഇനി പുതിയൊരു പഞ്ചാബി ഹൗസ് ഉണ്ടാകുമെന്ന് വീടണോ? ആസ് ബാഹുബലി 2 പോലെ 3 പോലെ இந்த மாதிரி நல்ல ஃபிலிம்லாம் வரணும். சூப்பர் இல்லை? അതിലെന്താണെന്നറിയാമോ, അതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടേഴ്സിൽ ഒരാളാണ് അനീഫിക്ക. അതെ, അനീഫിയൊക്കെ ഇല്ലാതെ ചെയ്യാൻ സാധ്യതയില്ല ഇനി. ഒരു മുതലാളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേണ്ടേ? അത് ചെയ്യണമെങ്കിൽ അനീഫിക്ക വേണ്ടേ? അതെ, അനീഫിക്ക ഇല്ലല്ലോ അതിൽ. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ നഷ്ടമായിരുന്നു. നമ്മൾ CID മൂസയിലേക്ക് വരുമ്പോഴേ, CID മൂസ പാത്തിരിക്ക ഇവരുടെ അതിലൊരു തുറപ്പൻ കൊച്ചിനുടെ ക്യാരക്ടർ ഉണ്ട്. ഇപ്പം മരണസമയത്ത് മറ്റു ബാഗ് കയ്യിൽ കിട്ടുമ്പോൾ പോലും ആ ഒരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്, എന്താണ് ആ ബാഗിൽ നിന്ന് അറിയാൻ വേണ്ടി. ശരിക്കും ഈ കോമഡി ഒക്കെ ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റിലുള്ളതാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കയ്യിൽ നിന്നിട്ട് ചെയ്യാറൊക്കെ ഉണ്ടോ? അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇമ്പ്രവൈസ് ചെയ്യാറുണ്ട്. അത് ഉള്ളതാണ്, അത് പലരും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അങ്ങനെ ഒരു സംഭവം വരാൻ നേരത്ത് നമ്മൾ ഡയറക്ടറോട് ചോദിക്കും, ഇങ്ങനൊരു സാധനം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് ആപ്റ്റാണെന്നെങ്കിൽ കൂടി പറഞ്ഞു നല്ലതാണെന്ന്. അതിപ്പോൾ ഡയറക്ടേഴ്സ് തന്നെ പറയും ചില സാധനങ്ങൾ. ഇപ്പോൾ റാഫി മെക്കാട്ടിൻ്റെയൊക്കെ പടങ്ങൾ അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഷാഫിയുടെയൊക്കെ പടങ്ങൾ, അങ്ങനെ സിദ്ദിഖിലാലിലൊക്കെ പടങ്ങൾ അവർ തന്നെ സ്പോട്ടിൽ ഇമ്പ്രവൈസ് ചെയ്യും കുറേ സംഭവങ്ങൾ. ലാലൊക്കെ അതിൻ്റെ രാജാക്കന്മാരാണ്, സിദ്ദിഖിൻ ലാലും ഒക്കെ അതിൻ്റെ രാജാക്കന്മാർ. പക്ഷെ അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ പടത്തിലുണ്ട് കടകനിൽ. അത് ഹ്യൂമറാണെന്നില്ല, സിറ്റുവേഷൻ സീനിൽ നമ്മൾ കുറേ സംഭവങ്ങൾ. ഇതിൽ സാർ എന്താ ജംഗ്ഷനിൽ വെച്ച് ഞാൻ തൂക്കി പിടിക്കില്ല, എൻ്റെ കോളറിൽ വെച്ച് തൂക്കി പിടിച്ചിട്ട് സാർ പാക്കുന്നില്ല, കണ്ണ് ഐബോൾ മട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് ചൊല്ലി വെച്ചിങ്ങനെ ഒരു ഷോട്ട് അപ്പടിയേ വേണം, അത് ഐബോൾ വെച്ചിട്ട് ഒരു ഷോട്ട് വേണം എന്നൊക്കെ അങ്ങ് പറയാം. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചെയ്യാത്തൊരു വേഷം ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ജിജ്ഞാസ, ഇത് എന്താവും. അപ്പം ആ ഒരു ഇതിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്, ചെയ്യാത്തൊരു വേഷം. പക്ഷേ ഈ ശരിക്കും സജിൽ എന്ന് പറയുന്ന ഡയറക്ടർ ഫസ്റ്റ് ടൈം പക്ഷെ നമുക്ക് തോന്നിയിട്ടില്ല ഫസ്റ്റ് ടൈമാണെന്ന്. ഒരു എക്സ്പീരിയൻസ് ഒരു ഡയറക്ടർ പറയുന്ന പോലെയാണ് പുള്ളി നെറേറ്റ് ചെയ്യുന്നതും ഷോർട്സ് എടുക്കുന്നതും. അപ്പോൾ ആ റിഹേഴ്സൽ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ പറയും, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പറയട്ടെ, ചെയ്യട്ടെ. അന്ന് ഷോട്ട് എടുത്തതിന് ശേഷം പുള്ളി വന്നിട്ട് ഒരു ഗംഭീരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് പറഞ്ഞ് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യാം, അയ്യോ അന്ന് ഇങ്ങനെ പിടിക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഷോട്ട് രണ്ടാമത് എടുത്തിട്ടുണ്ട്. ഇപ്പം രഞ്ജിത്തേട്ടിലേക്ക് വരുമ്പോഴേക്കും ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഫേമസ് ஆனால் இங்கே எல்லாருமே வந்து ரொம்ப മലയാളത്തിൽ പറയാനല്ലേ, എല്ലാവരും ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ഷോ ചെയ്യും. എന്നോട് കളിക്കാൻ വന്നാൽ ചിലപ്പോൾ കാരണം കുട്ടിക്കും അതെന്റെ സ്പോർട്സ് മനസ്സിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വൻ പുലികൾ വന്ന് വാഴുന്ന കാട്ടിലൊരു നരിയെങ്കിലും ആവാതെ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഒരു റീത്ത് ഇവന്റെ നെഞ്ചത്ത്. ராஜமாணிக்கம். ஆமா, அந்த சைமன் நாதார் அந்த கேரக்டர் வந்து எல்லாருமே ஸ்டில் இப்போ வந்து ரொம்ப செலிப்ரேட் பண்ணிட்டு இருக்கு. அந்த டைம்ல പ്രീവിയസ് ഒരു ഫിലിം റിലീസ് ആവുമ്പോൾ ആക്ച്വലി ഹീറോസിന്റെ ഡയലോഗ്സ് മാസ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സൈമൺ നാദാറിന്റെ ഈ ഡയലോഗ് ഇപ്പൊ ഞാൻ വില്ലനായി, ആ ഒരു സാധനങ്ങളും നമ്മൾ റിയൽ ലൈഫിൽ പറയാറുണ്ട്. ഒന്നും ഇല്ലമ്മ, ആക്ച്വലா ഞാൻ കുറേ ஃபிலிம்ஸ் பண்ணியிருக்கேன். இதில் இந்த படத்துக்கு நான் ஃபஸ்ட்டு தேங்க்ஸ் சொல்லணும்னா நம்மளோட ரைட்டர் அண்ட் டைரக்டர் ரஞ்சித் சாருக்கு தான். என்னென்னா அவரோட படம் சந்திரோத்சவம் நான் செய்தேன். அந்த படத்துக்கு நெக்ஸ்ட்டு இந்த ஸ்கிரிப்டு அவர் தான் எங்கிட்ட வந்து கதை சொல்லியாச்சு, இது இந்த வேஷம் நீ செய்யணும், இது நல்லா இருக்கும் நீ செய்யணும்னு சொல்லி. அன்வர் ரஷீத் ஃபேண்டாஸ்டிக். அந்த படத்தில் அவரோட ஃபஸ்ட்டு படம் மேக்கிங், எல்லாரும் இந்த ஃபிலிம் வந்து இதனோட அவுட்புட் எப்படி இருக்குன்னு எனக்கு அது தெரியாது, நான் ஆக்ட் பண்ணும்போது தெரியாது. പക്ഷേ ഷൂട്ടിങ്ങിൽ അത്ര ഇൻട്രസ്റ്റാக இருக்கும். இந்த வேஷம் செய்யும்போது அவ்வளோ இன்ட்ரெஸ்டாக இருக்கும் நமக்கு. இன்றைக்கி அதுதான் நம்ம எங்கே போனாலும்
எனக்கு ஒரு பெரிய சந்தோஷம். ഇവിടെ ഷോപ്പിംഗ് മാൾ அங்கே ഇവിടെ ചെന്നാലും எல்லாரும் சொல்றது சார் சைமன் நாடார் சுகானோ அது எல்லாத்தோட மனசு அந்த ஓர்மை இருக்குல்ல, அது பெரிய பாக்கியம். ஸோ ஹாப்பியான ஒரு ஃபிலிம் ராஜமாணிக்கம். Do you remember any dialogues from the movie Chandrolsam or Rajamanikam or லோகநாதன் ஐஎஸ்லும் நடிச்சிருக்குல்ல? நடிச்சிருக்கேன். லோகநாதன் ஐஎஸ் பண்ணியிருக்கேன். என்னோடய ஃபஸ்ட்டு படம் வந்து நாட்டுராஜாவு. என்ன மலையாள இண்டஸ்ட்ரிக்கு முதல் வந்து லால் சாருக்கு ஒரு தேங்க்ஸ் சொல்லணும். ஏன்னா எனக்கு ஃபஸ்ட்டு விழிச்சது மோகன்லால் சார் தான். ரொம்ப படம் நான் நடிக்கிறதா இருந்துச்சு, நான் நடிக்கலை, எனக்கு சரியாக அமையல. ஸோ சாரோட ஓன் ப்ரொடக்ஷன் இது. ஸோ இப்போது கூப்பிட்டாங்க. ஷாஜி கைலாஸ் ஃபஸ்ட்டு படம் நாட்டுராஜாவு, அதுதான் என்னுடைய ஃபஸ்ட்டு மலையாள படம். ஸோ நான் சிறிய கொஞ்சம் அப்புறம் சந்திரோஷம் செய்து ராஜமாணிக்கம், லோகநாதன் ஐஏஎஸ், ஆமாம் நிறைய படம் பண்ணல, கொஞ்சம் இருக்கு, ஆனா மக்களோட மனசுல இருக்கு. அதுதான் வேற என்ன. அந்த രാജമാണിക്യം ആക്ച്വലി ഒരു ഇന്റർവ്യൂവിൽ കേട്ടിരിക്കുക റഹ്മാൻക്ക് ഇല്ലേ ആള് പറഞ്ഞായിരുന്നു രാജമാണിക്യം ചെയ്യുന്ന സമയത്ത് அந்த ട്രിവാൻഡ്രം സ്ലാങ് இல்லையா அது வந்து only மம்முக்கா was confident in that slang, all other crew members were like இது வந்து கிளிக் ஆகுமா இல்லையா அந்த மாதிரி டவுட் இருந்துருச்சு. உங்களுக்கு எப்படி இருந்துருச்சு அந்த டைம்ல? இல்லை ஆக்சுவலாக மம்மக்கா சார் வந்து எல்லாத்துக்கும் தெரியும் அவர் எப்படி பேசுவாருன்னு தெரியும். அதில் பர்டிகுலராக அந்த படத்தில் பெரிய ப்ளஸ் வந்து அந்த ட்ரிவாண்ட்ரம் அந்த ஸ்லாங் தான். அது ஸ்பாட்டில் ஃபீல் பண்ணேன். அவர் பேசும்போது நமக்கு ஸ்பாட்டில் தெரியும் அந்த சேஞ்ச் ஓவர் இருக்குல்ல, அது ரொம்ப பெரிய விஷயம் இல்லை. எப்படி இப்போ இந்த படத்துக்கு வந்து கடகனில் இந்த மலப்புரம் இந்த ஸ்லாங் பேசுறதுக்கு இப்போ சாரு சொன்னார்ல ஒரு மலபாரில் அது ஒரு அந்த ஸ்லாங் பிடிக்கணும். அதுதான் அந்த அந்த சாயிலோட ஒரிஜினாலிட்டி இருக்குல்ல, கனெக்ட் ஆகும் இந்த மக்களாக அது கனெக்ட் ஆகும். அப்போ அந்த மாதிரி அதில் வந்து சேம் தான். அதில் ஒரு ட்ரிவாண்ட்ரம் அது ஸ்லாங்கு அது வந்து ஸ்பாட்லேயே நல்லா ரொம்ப என்ஜாய் பண்ணுவோம். அவர் பெர்ஃபார்ம் பண்ணும்போதே தெரியுது சூப்பராக இருக்குன்னு. ஸோ ஃபென்டாஸ்டிக் மூவிக்குண்ணா. எவ்வளோ நாள் கழிச்சு நீங்கள் கேட்கும்போது சந்தோஷமாக இருக்குது. That's because actually அந்த film was super hit. அந்த character மம்முக்க character அந்த slang எல்லாருமே still we remember that. That's the power of the movie. Actually அதுதான் power of the movie ல எவ்வளவு நாள் கழிஞ்சாலும் நாம அது வந்து think பண்ணிட்டு இருக்கோம். Like இந்த ரெமணன் எல்லாமே still we are using them. எந்த படம் நம்ம எடுக்கும்போது இந்த ராஜமாணிக்கம் எடுக்கும்போது சார் இந்த கதை வந்து சென்னையில் ரஞ்சித் சார் சொல்லும்போது அன்வர் ரஷீத் வந்திருந்த கூட அப்போது ஒரு படம் நியூ வள்ளி வீட்டில் சிராஜ் ஐ திங்க் அவர் தான் ப்ரொடியூஸ் பண்ணார். ஸோ அந்த படம் எடுக்கும்போது இந்த படம் இவ்வளோ ஹிட் ஆகும்னு தெரியாது, ராஜமாணிக்கம் இவ்வளோலாம் ஹிட் ஆகும்னு தெரியாது ஆக்சுவலாக. ஆனால் பம்பர் டூ பெரிய ஹிட் ஆகிடுச்சு அந்த படம். ஸோ அதை போல் என் மனசில் எனக்கு ஒரு ஐடியா உண்டு. நான் அபிநயிக்கிற படங்களில் சில ஸ்கிரிப்ட் கேட்கும்போது இந்த படம் ஓடும்னு எனக்கு கான்ஃபிடென்ட் இருக்குது. அதுபோல் தமிழில் மம்முக்கா சாரும் நானும் அபிநயித்த படம் ஒன்று இருக்குது, அது வந்து மறுமலர்ச்சி. அந்த படம் நீங்கள் பார்த்துருக்க மாட்டீங்க. அது பெஸ்ட்டு இந்தியாவில் ஏற்றமில்லிய ஸ்க்ரீன் பிளே உள்ள ஒரு ஃபிலிம், மம்முட்டி சாரோட தமிழ் ஃபிலிம். அதில் நான் அவார்டு வாங்கியிருக்கேன், ஸ்டேட் அவார்டு. ஆமாம், படம் 100 days சில்வர் ஜூப்ளி தமிழில். இன்றைக்கும் அந்த ஃபிலிமை வந்து எல்லா யூனிவர்சிட்டிலையும் ஒரு பாடம் லெசனாக வச்சுருக்காங்க. அப்போது ஆனால் அந்த கதை பண்ணும்போது யாருக்கும் தெரியாது இந்த ஃபிலிம் இதை நோக்கி வரும்னு தெரியாது. ஆனால் அதை போல தான் இந்த கடகன் படமும். ஏன்னா எனக்கு ஒரு ஐடியா, ஒரு ஸ்கிரிப்ட் கேட்கும்போது தெரியும் ஒரு காமன் ஆடியன்ஸாக இந்த படம் நல்லா வரும்னு தெரியும். ஸோ இந்த கதை கேட்கும்போதே அப்பா ஒரு அழகான அப்பா 3 ஒரு ஸ்கிரிப்டு, அது ஒரு பார்ட்டு. அப்போ அது போக இருக்கக்கூடிய மற்ற சம்பவங்கள் இருக்குது. இந்த மாஃபியா வேலை, பிரச்சனை, சோஷியலு, ரெவல்யூஷன் இதெல்லாம் இருக்குது. அது பெஸ்ட்டு ஸ்க்ரீன் பிளே. அது நெக்ஸ்ட் வாட் இஸ் நெக்ஸ்ட் இந்த ஃபிலிமில் ஒரு பெரிய ப்ளஸ் என்ன தெரியுமா உங்களுக்கு? வாட் இஸ் நெக்ஸ்ட் அப்படின்னு ஆடியன்ஸுக்கு தெரியாது. நான் ஸ்கிரிப்ட் கெஸ் பண்ண முடியாது. ஆஸ் யூஷுவல் சினிமா இல்லை இது. ஆஸ் யூஷுவல் ஃபாதர் இல்லை இவர். நான் பார்க்கும்போது என்ன சொல்லியாச்சு சார், எல்லா இடத்துலையும் அப்பா எப்படி இருக்குன்னு எனக்கு தெரியும். சாரி சார், நான் சொல்கிறது எதுக்காக சொல்கிறேன், பார்க்கும்போது அப்பானா ஒரு அப்பா இருக்குன்னு. இவர்கிட்ட ஒரு மேனி இருக்கு. அதாவது அந்த அதுதான் இவரோட புதுசு. இது இல்லை சார், நான் கரெக்டாக சொல்கிறேன் சார். இவர் அப்பானா
பை பார்த்து போயிட்டு வாடா, எதுக்குடா பிரச்சனை, ஐயோ வேணாண்டா, மனசே இல்லை கரைஞ்சிட்டு அப்படிதான் அப்பா இருக்குன்னு. இது அப்படியே இல்லை, அவரே ஒரு ஆண்மகன் மீன்ஸ் அவரே ஒரு அவரே ஒரு பிரேவான பர்சன். அவரோட விஷயம் அதுதான். அப்படி ஒரு பிரேவான அப்பா, பையன் மேல லவ் இருக்கும், அதுல அந்த டிஎஸ் இருக்கும், ஆனா அந்த ஒரு ரெவல்யூஷன் அந்த கேரக்டரும் கீழே வராது, அது சேர்ந்த மாதிரி பண்ணிருப்பாரு. எனக்கு அது பார்க்கும்போது எனக்கு அது ரொம்ப சூப்பரா இருந்துச்சு. ഇപ്പോൾ ഹരിശ്രേട്ടനിലേക്ക് വരുമ്പോഴേക്കും ദിലീപേട്ടൻ ആൻഡ് ഹരിശ്രീ അശോകൻ ഒരു കോംബോ ഉണ്ട്, അത് നമുക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പറക്കുന്തളിക, CID മൂസ, പാണ്ടിപ്പടയൊക്കെ റിലീസ് ചെയ്ത ഡേറ്റ് ജൂലൈ 4th ആണ്. അപ്പോൾ ദിലീപേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ജൂലൈ 4 ആൾക്കൊരു ലക്കി ഡേറ്റ് ആണ്, ആ റിലീസ് ഒരു ലക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ ഒരു ഡേറ്റും നിങ്ങളുടെ ആ ഒരു കോംബോയും ആ ഒരു ഹിറ്റും? അല്ല, കോമ്പിനേഷൻ ഞങ്ങൾ ചെയ്ത കുറേ ഹിറ്റ് തന്നെയാണ്, ഭൂരിഭാഗം 99% ഹിറ്റ് തന്നെയാണ്. അത് ഡേറ്റിന്റെ ആണോ എന്നുള്ളതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഡേറ്റ് ശ്രദ്ധിച്ച് അത് ആ ഒരു കോയിൻസിഡൻസ് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ പറയാറുണ്ട് സെറ്റിലൊക്കെ. ഞാൻ അതിനേക്കാൾ കൂടുതലും എൻ്റെ വിശ്വാസം നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം, പിന്നെ നല്ല വർക്കായിരിക്കണം. അതൊക്കെ വന്ന് കയറിയാൽ അത് എല്ലാവരും ആണല്ലോ. നമ്മൾ ഡേറ്റ് അതൊരു വിശ്വാസമാണ്. ഇതിപ്പോൾ ചായ തരുന്ന പ്രൊഡ്യൂസർ തുടങ്ങിയിട്ട് ചായ തരുന്ന ആൾ വരെയും ഇതിൻ്റെ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഒരു ഹിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും പാട്ട് ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ എല്ലാം ഉപരി നല്ല സബ്ജക്റ്റ് ലോഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവർക്കും. പിന്നെ ഇറങ്ങുന്ന സമയം വേറെ വലിയ വലിയ പടങ്ങളിലൂടെ ഇറങ്ങാതിരിക്കലേ എന്നൊക്കെ അങ്ങനെയുണ്ട്. ഇപ്പോൾ പഞ്ചാബി ഹൗസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് ശരിക്ക് പഞ്ചാബി ഹൗസ് എന്താ പറഞ്ഞ മമ്മൂക്ക മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ല, മറ്റേ എന്താണ് എൻ്റെ പേര്, ഹരികൃഷ്ണൻസ്. അത് സമ്മറിൻ ബല്ലഹം, പിന്നെ പഞ്ചാബി ഹൗസ്, 3 വഴി റിലീസിങ് ആയിരുന്നു. നമ്മൾ മാറ്റി വെച്ചതാണ്, പ്രൊഡ്യൂസേഴ്സ് അത് മാറ്റി വെച്ചു പഞ്ചാബി ഹൗസ്. കാരണം എന്ന് വെച്ചാൽ ആദ്യം മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെ പടം കണ്ടു കഴിഞ്ഞ് പിന്നെ ഇവരെ കണ്ടു, ഇത് കഴിഞ്ഞ് നമ്മുടെ കാണാൻ ചിലപ്പോൾ കണ്ടില്ലെങ്കിലോ ഒന്ന് ഓർത്തിട്ട് മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റിലീസ് ചെയ്തത്. അത് കാരണം അത് ഗംഭീരമായിട്ട് ഓടി. അപ്പോൾ ആൾക്കാർ കാണാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം ഓരോ പടത്തിനും. അത് അല്ലെങ്കിൽ എല്ലാം കണ്ട് പോകണം, ചിലത് മുങ്ങിപ്പോവും. അപ്പം അങ്ങനെ വന്നാൽ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെ സംഭവിക്കും. ഇപ്പോൾ 200 പടമല്ല 300 പടങ്ങളായാലും നല്ല പടങ്ങളാണെങ്കിൽ തിയേറ്ററിൽ ആൾ വരും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പ്രേമലുവും മറ്റേ ഇതും ടോവിനോൻ്റെ പടവും അന്വേഷിപ്പിൻ കണ്ടെത്തും. അതുപോലെ പടങ്ങൾ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ അത് നമ്മൾ നല്ലത് കൊടുത്താൽ വരും എന്നുള്ളൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ഈ കോമഡി സീൻസ് ചെയ്യുമ്പോഴേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ എല്ലാം നമ്മളിങ്ങനെ കുത്തിപ്പൊക്കുക, അതിങ്ങനെ ഡീകോഡ് ചെയ്യുക, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ചേട്ടൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണോ സോഷ്യൽ മീഡിയ? കുഴപ്പമില്ല. ചില റീൽസ് ഒക്കെ കാണാറുണ്ട്. അതിലിപ്പോൾ റീസെൻ്റായിട്ട് കാണുന്ന ഒരു സാധനം എന്താ വെച്ചാൽ ഇപ്പോൾ ദിലീപേട്ടൻ, ഹരിശ്രീ അശോകൻ അല്ലെങ്കിൽ സലീം കെയുടെയൊക്കെ കോമഡി, ഇപ്പോൾ ഹനീഫ് കെയുടെയൊക്കെ കോമഡി ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ ഇങ്ങനെ ചിരി അടക്കി പിടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നിങ്ങളുടെ കോമഡി കേട്ടിട്ട് ആക്ച്വലി ആൾക്ക് ചിരിക്കാൻ പാടില്ല, പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം സൂം ചെയ്ത് നോക്കൂ, ദിലീപേട്ടൻ ചിരി സഹിച്ച് പിടിക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിട്ട് വരാറുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം ആ ഒരു കോമഡി നമ്മൾ ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചിരിക്കുമല്ലോ ആ ഒരു സമയത്ത്. അപ്പോൾ അത് ഒരുപാട് ടേക്ക് പോകാറുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? ദിലീപ് ചില സമയത്ത് ചിരിച്ചു പോകും. അപ്പോൾ അവൻ പറയും, അവനിങ്ങനെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്, 1 more അങ്ങനെ വന്ന പറ്റിയതാണത്. അത് പല പ്രാവശ്യം പിന്നെ അത് മനസ്സിൽ നിന്ന് പോകില്ല, അല്ലെങ്കിൽ പിന്നെ എടുക്കണം, പിന്നെ എടുത്താലും അത് മനസ്സിൽ കിടക്കും. അപ്പം അങ്ങനെ പറ്റിയതാണത്. പക്ഷെ ഞാനത് പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യണില്ല, മൈൻഡ് ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ മൈൻഡൊന്ന് മാറ്റിയാൽ മതി ചിലപ്പോൾ അത്. പക്ഷേ ഇവരെ സംഭവിച്ചു അങ്ങനെ. അത് വേറെ ചാക്കോച്ചനും പറ്റിയിട്ടുണ്ട്, ചാക്കോച്ചനും അങ്ങനെ ചിരിച്ചിട്ടുണ്ട്, അത് വന്നതാണ് അങ്ങനെ. അപ്പം ഇത് എന്ന് വെച്ചാൽ അതൊക്കെ ചിലപ്പോൾ ആ ക്യാരക്ടറിന്റെ വിജയം ഒരുക്കും. അത് നമ്മൾ ചെയ്ത പെർഫോമൻസിന്റെ അതുകൊണ്ടൊക്കെ ആയിരിക്കും. അവന് ചിരി അടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ദിലീപിന് ചിരി അടക്കി പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചെറിയ തമാശ കിട്ടിയാലും ഭയങ്കരമായിട്ട് ചിരിക്കും, അത് ആസ്വദിക്കും. അത് അനീഫിക്ക ഇത് തന്നെയാണ്. ചില സമയത്ത് ചിരിച്ചിട്ട് ഒരു മിനിറ്റ് പിന്നെ എടുക്കാന്നൊക്കെ പറയും. നമ്മള് ആ സമയത്ത് അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ പിന്നെ അവന്റെ മുഖത്ത് നോക്കിയില്ല, നമ്മൾ നോക്കാതൊക്കെ അങ്ങനെ ചെയ്തു. അങ്ങനെ ഒന്ന് സംഭവിച്ചാണത്. ഓക്കെ, ഇപ്പം ഞാനൊരു പിക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു മെമ്മറി നമുക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഇത് ഞങ്ങളുടെ മിമിക്സ്. ഇത് ശരിക്ക് ഞങ്ങൾ 4 പേരും കൂടി അമേരിക്കയിൽ പോകാൻ വേണ്ടി, ആദ്യ കാലങ്ങളിൽ അമേരിക്കയിൽ പോകാൻ വേണ്ടി സ്റ്റില്ലെടുത്തതാണ്. ഒരു സ്റ്റുഡിയോന്റെ ഫ്ലോറിൽ 4-5 പേരുണ്ട് ഞങ്ങൾ.
ഇത് സൈനുദ്ദീൻ, ഇത് സർ കലാഭവൻ റഹ്മാൻ, ലാല്, സിദ്ദിഖ് ലാൽ, ലാല്. ഞങ്ങൾ 4 പേരും കൂടി ഒരു സ്റ്റിൽ എടുത്താണ് അമേരിക്കക്ക് അടച്ചു കൊടുക്കാൻ വേണ്ടി, പ്രോഗ്രാം വേണ്ടി. പക്ഷെ അത് പിന്നെ നടന്നില്ല. ഓക്കെ. ഇപ്പോൾ വീണ്ടും രാജമാണിക്യത്തിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ആദ്യം ഈ റോള് മാമുക്ക ഇക്കായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, പിന്നീട് ഇക്കയിലേക്ക് അല്ല ചേട്ടൻ ചെയ്തിട്ട് മാമുക്ക ഇക്കയിലേക്ക് പോയി വീണ്ടും തിരിച്ച് ആളിലേക്ക് വന്നു എന്ന് പറഞ്ഞു. അതേപോലെ രാജമാണിക്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് അത് ആക്ച്വലി മണിച്ചേട്ടൻ ചെയ്യാനിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു, പക്ഷെ ഡ്യൂ ടു സം റീസൺസ് അത് ചേട്ടനിലേക്ക് വന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോ പുള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിപ്പോ ആക്ച്വലി ഇല്ല, മണി பண்ணிருந்தா இன்னும் அவர் சூப்பர் ஃப்ரெண்டு, எல்லாத்துக்கும் ஃப்ரெண்டு, நல்ல சோல் இப்போ மேலே இருக்கு. சந்தோஷம். எல்லாரும் நம்ம மிஸ் பண்ணுறோம் அவரை. கிரேட் ஆக்டர், கிரேட் ஆக்டர். மணியை பற்றி சொல்லும்போது ஒரு விஷயம் சொல்லணும். எனக்கு அவருக்கும் ஃபஸ்ட்டு தமிழ் ஃபிலிமில் தான் லிங்க். மம்முட்டி சார் நான் நடித்த இந்த மறுமலர்ச்சி தமிழ் படம், அந்த படத்தில் மணி வந்து ஒரு கேரக்டர், அவர் மெயின் கேரக்டர் கதையில். அதில் தென்னை மரம், பனைமரத்துக்கு என்ன சார், தென்னை கோகனட் ட்ரீல மேலே ஏறணும். அதில் ஒரு எந்த ஹெல்ப் இல்லாமல் ஷார்ட்டுக்கு ரியலாக இருக்குன்னு சொல்லி மேலே ஏறிட்டாரு. ஆனால் ஏறினவர் அந்த சின்ன கயிறு அது இது கட் ஆயிடுச்சு. கட் ஆனவுடனே சார் மேலிருந்து அப்படியே கீழே டப்புன்னு விழுந்து ரூமுக்குள்ளே ஸ்பைனல் கார்டு இதெல்லாம் அடிபட்டு கட்டு போட்டிருக்கு. நெக்ஸ்ட் டே வடிவேலு போடலாம், வேற ஆர்டிஸ்ட் போடலாம் அப்படின்னு எல்லாம் டிஸ்கஷன் போகுது. அப்போ அவருக்கு அந்த பெயின்லேயும் எனக்கு நெக்ஸ்ட் டே வந்து நான் அப்படியே கரைஞ்சிட்டேன். நான் நெக்ஸ்ட் டே வந்துட்டு அந்த பெயின்லேயும் ஒரு வேட்டிலாம் மடிச்சு கட்டிட்டு பெயின் கில்லர் 5 மாத்திரை அப்படி போட்டு எதுக்கு ஒன்னா சினிமா முக்கியம்னா, காலே போனாலும் பரவாயில்லண்ணா, ஐயோ என்னை தூக்கிடக்கூடாதுண்ணா அப்படின்னு எனக்கு அப்படியே யோசிப்பேன் நான். அந்த படத்தில் கலாபவன் மணி தான் கதை, அந்த சென்டர் பாயிண்ட் மறுமலர்ச்சின்னு நான் சொன்னேன் இல்லையா, அதில் அவர் தான் மெயின் ஸ்கிரிப்டு. நீங்கள் அவரை பற்றி பேசும்போது எனக்கு அந்த மணியை எப்பவுமே மிஸ் பண்ண முடியாது. என்னோட கேரக்டர் ராஜமாணிக்கத்தில் மணி பண்ணியிருந்தாலும் இன்னும் சூப்பராக பண்ணியிருப்பார். நான் சொல்கிறது உங்களுக்கு புரியல, இன்னும் சூப்பராக பண்ணியிருப்பார் கண்டிப்பாக. கிரேட் ஆக்டர். பட் எனக்கு அது தெரியாது, எனக்கு யார் செய்ய போகிறாங்கன்னு எனக்கு தெரியாது. எனக்கு சென்னையில் வந்து கதை சொல்லும்போது அன்வர் ரஷீத் டைரக்ட் பண்ணுறாருன்னு எனக்கு தெரியாது. ஆக்சுவலாக நம்ம ரஞ்சித் சார் அவரு தான் கதை சொல்கிறாரு. அப்போ ரஞ்சித் சார் டைரக்ட் பண்ண போகிறாரு, அவர் கதை சொல்கிறாரு. எப்போ சார் நம்ம ஷூட்டிங்கு எல்லாம் ஆர்கனைஸ் பண்ணிட்டு இருக்கு, நான் உனக்கு சொல்கிறேன். அப்புறம் ஸ்பாட்டில் போனால் டைரக்டர், அதுக்கப்புறம் அன்வர் ரஷீத் டைரக்டர். அப்புறம் எனக்கு அது சேஞ்சு எனக்கு தெரியாது. நான் என்னோட ஓர்மையில் ரஞ்சித் சார் டைரக்டர், அவர் தான் டைரக்ட் பண்ண போகிறாருன்னு நினச்சிருந்தது. ഇപ്പം കടകനിലെ അച്ഛൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു, ഹക്കീമിനോടുള്ള ആ ഒരു സിനിമയിലൊരു പെരുമാറ്റത്തിനെ കുറിച്ചൊക്കെ ഇപ്പം ചേട്ടൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പം റിയൽ ലൈഫിൽ ഇപ്പം അർജുൻ ചേട്ടനും ആക്ടറാണ്. അപ്പം നാളത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷനോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു സിനിമ റിലീസാണ് ബ്രഹ്മയുഗം. അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ്. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ എക്സ്പെക്ടേഷൻ എത്ര ഹൈ ആയിരിക്കും എന്ന് അറിയാലോ. അപ്പം അച്ഛനെന്ന നിലയിൽ അതിനെ എത്ര പ്രതീക്ഷയോടുകൂടി കാണുന്നുണ്ട് ആ ഒരു ക്യാരക്ടറിനെ? അല്ല, എൻ്റെ മാത്രമല്ല, മലയാള സിനിമ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ് അത്. നാളത്തെ ദിവസം കാരണം അത് എന്റെ മോൻ അഭിനയിച്ച മമ്മൂക്ക പടം எப்போ ரிலீஸ்? ടുമോറോ. ஓ மை காட், பார்த்துட்டு போங்க. அதுதான் கேட்குறேன். അത് എന്താ സംഭവം എന്ന് വെച്ചാൽ മമ്മൂക്കാണ് എൻ്റെ ഷെയ്ക്കാൻ്റെ. കാരണം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ കാതൽ, ഡിഫറെൻറ്റ് സബ്ജക്റ്റ്, അതിനൊരു ചങ്കൂറ്റം കാണിച്ചത് ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇങ്ങനെ ഒരു മേക്ക് ഓവറിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ അതെല്ലാം എന്ത് മാജിക്കാണെന്നുള്ളത് ഒരു പിടിയില്ല. ഇത്രയും ക്യാരക്ടേഴ്സ് ഇത്രയും കൊല്ലമായിട്ട് അതിങ്ങനെ കയറ്റി കൊണ്ടുവന്നല്ലാതെ ഒരു പോയിന്റ് പോലും താഴേക്ക് പോകാതെ അത് മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ കൊണ്ടുപോകണം. അതിലൊരു ഡിഫറെൻറ്റ് ക്യാരക്ടർ, ഭയങ്കര അത്ഭുതമാണത് ശരിക്കും. അത് കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആണ്. ടിക്കറ്റ് ഇല്ല എന്നൊക്കെ എനിക്ക് കേട്ടത്. ഞങ്ങൾക്കും അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയിട്ടില്ല ഇതുവരെ. ഓ ഗുഡ് സർ, ഗ്രേറ്റ്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം.
ഫസ്റ്റില് കാണിച്ചു തരാം. ഭയങ്കര 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 സംഭവമാണ് അതില്. അപ്പൊ അതിലെന്റെ മകനൊരു പാർട്ടായതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ നല്ല ക്യാരക്ടറാണെന്ന് അവൻ പറഞ്ഞു. അപ്പൊ അതെല്ലാരും ജനം മലയാള സിനിമ കാത്തിരിക്കുകയാണ് അത് കാണാനായിട്ട്. ഓക്കെ, അപ്പോ അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂയുടെ സമയം. ആക്ച്വലി എനിക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷെ അറിയാലോ കടകൻ. ഓക്കെ, ഇനി കൂടാ. இதுதான் இப்ப ஸ்டார்டிங் இல்ல, இது சக்சஸ் மீட் இருக்குல்ல. ஓகே, அதுக்கு பார்க்கலாம். And also இது வந்து ஒரு பிரேக்குக்கு அப்புறம் நீங்க மலையாளத்துல திரும்பி வந்துட்டு, so still இங்க we need you. ஐயோ ரொம்ப சந்தோஷம். Different characters all of you. Okay, അപ്പോൾ എന്തായാലും ரொம்ப സന്തോഷം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, മാർച്ച് 1 കടകൻ തിയേറ്ററിൽ റിലീസാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു ഹിറ്റ് ആവട്ടെ, ഒരുപാട് ഹൗസ്ഫുൾ ആയിട്ട് ഓടട്ടെ. പറഞ്ഞ പോലെ 100 ഡേ സെലിബ്രേഷൻ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.